ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടുള്ളൊരു റമദാൻ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളും പണിയും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് നമ്മുടെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് ഇടിയപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ചെറിയ ചിക്കൻ വാങ്ങിച്ചതിൽ നിന്ന് കുറച്ച് പിള്ളേർക്ക് സ്കൂളിലൊക്കെ പൊരിച്ചു കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് മാറ്റി, പിന്നെ 2 തവണ കറി വയ്ക്കാനും വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ കടയിലുണ്ടായിരുന്ന ഏറ്റവും ചെറിയ ചിക്കൻ നോക്കിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ ഞാനും ഉമ്മായും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ കഴിക്കുകയുള്ളൂ. ഇത് തന്നെ ബാക്കിയായിരിക്കും. ഇത് തന്നെ നമ്മൾ ഒരു ദിവസം കൂട്ടും, പിറ്റേന്ന് വീണ്ടും ചിലപ്പോൾ ഒരു കിഴങ്ങോടെ ഇട്ട് കറി വെച്ച് അങ്ങനെ വീണ്ടും കൂട്ടും. 2-3 ദിവസമൊക്കെ നമ്മൾ ഇത്രയും വെച്ചാൽ തന്നെ കൂട്ടും കേട്ടോ. അപ്പോൾ വെറുതെ ഒരുമിച്ച് വെച്ച് പിന്നെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണേക്കാളും ഭേദമല്ലോ. കുറച്ചായിട്ട് വെച്ചാലും 2-3 ദിവസം ഇരിക്കും. അപ്പോൾ പിന്നെ എല്ലാം ഒരുമിച്ച് വെച്ചാലുള്ള കാര്യം പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 2ആക്കിയിട്ടൊക്കെ. അങ്ങനെ അത് നമ്മൾ രാവിലെ തന്നെ കഴുകി മുളകെല്ലാം തിരുമ്മിയൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മ സവാള അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു കണ്ടെയ്നർ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. റമദാനൊക്കെ ആവണ സമയത്ത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം നമുക്ക് റമദാനിൽ നമ്മൾ ഈ വെളുത്തുള്ളി ഉള്ളി പോലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഒരുമിച്ച് തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വയ്ക്കുമായിരിക്കുമല്ലോ മിക്കവാറും പേര് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണു. കാരണം നമുക്ക് റമദാനിൽ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് എടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. വേണമെന്നുള്ളവരാണെങ്കിൽ നോക്കി പർച്ചേസ് ചെയ്തോട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. പച്ചമുളക് ഒരു പേരിന് ഒരെണ്ണം മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ കറിയിൽ ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പച്ചമുളകിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഞാൻ മിക്കവാറും ഇടലില്ല. പിന്നെ ഇപ്പോൾ ഒരെണ്ണം എടുത്തു എന്ന് മാത്രം. പിന്നെ അതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് അരിഞ്ഞു വെച്ച സവാളയും തക്കാളി എല്ലാം കൂടെ കുക്കറിലൊന്ന് വേവിച്ചിട്ടാണ് കേട്ടോ നമ്മൾ എണ്ണയിലേക്കിട്ട് വഴറ്റിയെടുക്കണത്. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഏകദേശമൊക്കെ ഒന്നായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ സവാളയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം സവാളയൊക്കെ വേവിക്കാൻ വയ്ക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണമായിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ എണ്ണയിലേക്ക് വെന്ത സവാളയൊക്കെ ഇട്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ ഈ നോമ്പിൻ്റെ ആ ഒരു ഹാലും കൊണ്ടാന്ന് തോന്നുന്നു മൊത്തത്തിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ എണ്ണ അങ്ങോട്ട് വാങ്ങി മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സവാളയൊക്കെ വേവിക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ ആദ്യം തന്നെ വേവിക്കാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഓഫ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുക്കാം. വെന്ത സവാള നമുക്ക് ആ ചിക്കൻ പൊരിച്ച് മാറ്റിയ എണ്ണയിലേക്ക് തന്നെ ഇട്ട് വേഗം തന്നെ കറിയും വെച്ചെടുക്കാം കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെ പറ്റി. എന്തായാലും അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും സവാള തക്കാളി കാര്യങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഇഞ്ചിയൊക്കെ ചതച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് കഴുകിയെടുത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താണ് കേട്ടോ വേവിക്കണത്. ഞാൻ എപ്പോഴും ചിക്കൻ കറി വെക്കണ നേരം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. ബീഫ് വയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. കാരണം ബീഫ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം കുക്കറിൽ കിടന്ന് ബീഫ് വേവുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സവാളയും വെന്തോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡയറക്റ്റ് കുക്കറിലേക്ക് തന്നെ നമ്മൾ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ബീഫ് ഇട്ട് കൊടുത്ത് വേവിക്കായിട്ട് ചെയ്യണത്. എന്ന് വെച്ചാൽ പച്ചയ്ക്ക് ഇട്ട് കൊടുക്കാറില്ല. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ അങ്ങനെ വേവിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ സവാള മാക്സിമം വേവിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ അത്രയും നമ്മുടെ ഇളക്കൽ കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ്. അതിപ്പോൾ നോമ്പിനെന്നല്ല, എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് വയ്ക്കാറ്. എന്ന് വെച്ചാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് കാര്യങ്ങളൊന്നുമില്ല. സാധാരണ പോലെ ടേസ്റ്റും കറിക്ക് അത്യാവശ്യം നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചു. ചിക്കൻ പൊരിച്ച് മാറ്റിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണ നമ്മൾ മാറ്റി വെച്ചു. പിന്നെ സവാളയൊക്കെ വേകുമ്പോഴത്തേക്കും എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ഞാൻ ഇടിയപ്പം എൻ്റെ പഴയ വ്ളോഗൊക്കെ കാണുന്നവർക്കറിയാം, ഞാൻ ഇടിയപ്പം ഒരിക്കലും വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് പൊടിയിട്ട് വാട്ടിയെടുക്കാറില്ല കേട്ടോ. അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെയാണെന്നറിയില്ല. എനിക്ക് പിന്നെ അത് ഇങ്ങനെ പീച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബലമൊക്കെ ആയിരിക്കും കേട്ടോ. അതില്ലാതിരിക്കാനുള്ള ടിപ്സോ കാര്യങ്ങളോ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ടേസ്റ്റിനും വലിയ കാര്യമായിട്ട് കുറവൊന്നുമില്ല. എല്ലാവരും പറയും മറ്റേതുപോലെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷേ അത് ഞാൻ കഴിച്ചിട്ടൊക്കെ ഒരുപാട് ആയതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ ടേസ്റ്റ് കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. സാധാ ഇടിയപ്പം കഴിക്കണ പോലെ തന്നെ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, മറ്റേന്ന് വെച്ചാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടിയപ്പം പീച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് വേറെ നമ്മുടെ ഇഡ്ഡലിയുടെ തട്ടിലേക്കും ഒക്കെ എടുത്ത് വെക്കാം. പക്ഷേ ഇതങ്ങനെ വെക്കാൻ പറ്റില്ല. ഡയറക്റ്റ് നമുക്ക് തട്ടിലേക്ക് തന്നെ പീച്ചണം. പിന്നെ എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ടയായി പോവും. അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. തിളച്ച വെള്ളം പൊടിയിലേക്ക് ഡയറക്റ്റ് ഊറ്റി കുഴച്ചെടുക്കുമ്പോൾ. എന്നാലും ഞാൻ അങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ ഒരു തട്ടിലേക്ക് തന്നെ പീച്ചാൽ മതിയില്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കട്ട്ലേറ്റും സമൂസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണ് ഒന്ന് കണ്ടു നോക്കണേ. എല്ലാവർക്കും യൂസ്ഫുള്ളാവും.
എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 4ാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സമൂസ ഫ്രൈ ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സമൂസയ്ക്ക് കട്ട്ലേറ്റിൻ്റെ അത്രയും ചിലവില്ലാത്തതുകൊണ്ട് തന്നെ സമൂസ വളരെ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി എടുത്ത ദിവസം 3 സമൂസയെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി കട്ട്ലേറ്റും ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമൂസ ആദ്യം തന്നെ ഇട്ട് പൊരിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട്ലേറ്റ് ആദ്യം ഫ്രൈ ചെയ്യുമ്പോൾ കട്ട്ലേറ്റിൻ്റെ ബ്രെഡിൻ്റെ ക്രംസ് എല്ലാം എണ്ണയിലായിട്ട് ചാടിയിട്ട് കരിഞ്ഞ് പിടിച്ച മാതിരി ഇരിക്കുമല്ലോ. അപ്പോൾ പിന്നെ സമൂസയിലേക്കും അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ സമൂസ ഫ്രൈ ചെയ്തെടുത്തത്. അത് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ തലേന്ന് പൊരിച്ച എണ്ണ ഇരിക്കണ്ടായിരുന്നു. അത് നമുക്ക് ഒരു പൊരിക്കലും കൊണ്ട് കളയാനൊന്നും പറ്റില്ലല്ലോ. കാരണം കട്ട്ലേറ്റൊക്കെ പൊരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് എണ്ണ വേണം. എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനെ മുങ്ങി പൊരിക്കേണ്ട രീതിക്ക് ഞാൻ എടുക്കാറില്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ വേണം. അപ്പോൾ അത് നമുക്ക് ഒരു ഫ്രൈ ചെയ്തതും കൊണ്ട് കളയാനൊന്നും പറ്റില്ല. എല്ലാവരും പറയും ഒരു ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളൂല എന്നൊക്കെ സയൻറ്റിഫിക്കലി എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഞാനതിനോട് യോജിക്കണില്ല. മിനിമം ഒരു 2 തവണയെങ്കിലും എനിക്ക് പറ്റുമെങ്കിൽ, എണ്ണയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 3 തവണയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കളയാറുള്ളൂ. അപ്പോൾ ആ പാനിൽ മൊത്തത്തിൽ കരിഞ്ഞു പിടിച്ചതുകൊണ്ട് തന്നെ പാനൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ എണ്ണ ഒന്ന് അടിച്ച് മാറ്റി എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല തെളിഞ്ഞ എണ്ണയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. എണ്ണ വേസ്റ്റ് ആക്കുകയും വേണ്ട. പാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അതെടുത്ത് നമ്മൾ ആദ്യം തന്നെ സമൂസയൊക്കെ ഫ്രൈ ചെയ്തിട്ട് പിന്നെ കട്ട്ലറ്റും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് നമ്മൾ പൊടിച്ചത് കുറച്ച് ജാറിലിരിക്കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പൊടിക്കേണ്ടിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ അതാദ്യം തന്നെ ചെയ്ത് വെക്കണം. എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ചൂടാറിയിട്ട് കഴിച്ചാലാണ് എക്സാക്റ്റ് ആ ഒരു കട്ട്ലേറ്റിൻ്റെ ടെക്സ്ചറിൽ കഴിക്കാൻ പറ്റുള്ളൂ. എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നിയേക്കുന്നത്. കാരണം നമ്മൾ ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ കട്ട്ലേറ്റ് ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ ഭയങ്കര കുഴഞ്ഞിരിക്കണ മാതിരി തോന്നാറുണ്ട്. അതിപ്പോൾ എൻ്റെ കട്ട്ലേറ്റിൻ്റെ മാത്രം കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചൂടാറി അത്യാവശ്യം നേരത്തെ റെഡിയാക്കി വെച്ച് ചൂടാറിയിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ പോലെ തന്നെയുള്ള കട്ട്ലേറ്റിൻ്റെ ടെക്സ്ചറിൽ കഴിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ വന്നപ്പോഴത്തേക്കും അവൾക്ക് പീച്ചാൻ കൊതിയായിട്ട് വന്ന് നോക്കണതാണ് കേട്ടോ. എനിക്ക് തന്നെ മര്യാദയ്ക്ക് പീച്ചാൻ പറ്റാത്ത സാധനം അവളെ കൊണ്ട് പറ്റില്ലോ. എന്തായാലും അവൾ പറഞ്ഞതല്ല, അവളുടെ ആഗ്രഹം അങ്ങോട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തു. ഒന്ന് കറക്കിയപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് മതിയായി, അവിടെ ഇട്ടിട്ട് പോയി. ഇനി ചോദിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് നടത്തി കൊടുക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ ചോദിക്കില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഓരോ തട്ടൊക്കെ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ മാറി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഓരോരോ തട്ടിലേക്കാക്കി ആക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൾ ഓരോരോ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇടിയപ്പം എന്ന് പറയുമ്പോൾ നോമ്പിനുള്ള ടൈമാണെങ്കിലും അല്ലാത്ത ടൈമാണെങ്കിലും ആ ഒരൊറ്റ തവണ ഇഡ്ഡലി പാത്രത്തിൽ, അതായത് ആ 3 തട്ടിൽ വയ്ക്കാവുന്ന ആ ഇടിയപ്പം തന്നെ ചിലപ്പോൾ ബാക്കിയായിരിക്കും കേട്ടോ. ഈ നോമ്പിന് ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ വൈകിട്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ രണ്ടാമത് ഒരിക്കലും ഉണ്ടാക്കേണ്ടി വരാറില്ല. അപ്പോൾ കറക്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പൊടിയുടെ മെഷർമെൻറ്റ് എനിക്കറിയാം. അപ്പോൾ കറക്റ്റ് അത്രയും തന്നെയാണ് ഞാൻ എടുക്കാറുള്ളൂ. അല്ലാത്തപ്പോഴാണെങ്കിൽ ചിലപ്പോൾ ബാക്കി വരും. അപ്പോൾ റെയറായിട്ടാണ് ബാക്കി വരലുള്ളൂ. മിക്കവാറും സ്കൂളിലോട്ട് വരുമ്പോൾ പിള്ളേർക്ക് ഞാൻ കൊടുക്കും. അതല്ല എന്നിട്ടും ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് വെച്ചിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ പൊടിയോട് പൊടിച്ച് ചേർക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ അങ്ങനെ ഇത് കറക്റ്റായിരുന്നു. ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ഇടിയപ്പം പീച്ചാനുള്ള ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ബാക്കിയുള്ള തേങ്ങ വെച്ചിട്ട് ചെറിയൊരു അടയുടെ ഒരു ചെറിയ വേർഷൻ അങ്ങനെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ കളയൂലല്ലോ, വെറുതെ പൊടിയെ വേവിച്ചെടുത്താലും വലിയ സെറ്റപ്പ് ഉണ്ടാവില്ല. അപ്പോൾ തേങ്ങയൊക്കെ വെച്ചതാകുമ്പോൾ ആരെങ്കിലും കഴിച്ചോളും. അപ്പോൾ അങ്ങനെ അതും റെഡിയാക്കി എടുത്തു. അപ്പോൾ സാധാരണ ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ദിവസം നല്ല സ്മൂത്തായിട്ട് പീച്ചാൻ പറ്റാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ദിവസം അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു. കാരണം വെള്ളം കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് വെള്ളം തിളപ്പിച്ച് ഒഴിക്കാനൊന്നും പോയില്ല. പിന്നെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് പൊടി ലൂസായിട്ട് പിന്നെ ഇടിയപ്പം മൊത്തത്തിൽ വൃത്തികേടാവും. അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ പീച്ചെടുക്കാം, കുറച്ച് കഷ്ടപ്പെടണമെന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ പീച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. പക്ഷേ എപ്പോഴത്തേക്കാളും ഒരു മാറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വന്നതും ഞാൻ ആ പറഞ്ഞ മാതിരി തേങ്ങയൊക്കെ വെച്ച് അതും റെഡിയാക്കി അടുപ്പിലേക്ക് വെച്ചു. പിന്നെ ഇടിയപ്പം പീച്ച് കഴിഞ്ഞാലുള്ള കിച്ചൺ സ്ലാബിൻ്റെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. അത്രയ്ക്ക് പൊടിയൊക്കെ ചാടി നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ടാവും. പിന്നെ അതെല്ലാം ഒന്ന് തൂത്തെടുത്ത് പാത്രം കഴുകാനുള്ളതൊക്കെ സിങ്കിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സവാളയൊക്കെ വെന്ത് ചൂടാറിയിരിക്കുന്നുണ്ടായിരുന്നു. ചൂടാറിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടാറിപ്പോയി എന്ന് മാത്രം. അപ്പം നമ്മൾ എണ്ണയൊക്കെ വെച്ച് കൊടുത്തിട്ട് ആ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ വെച്ചിട്ട് നമ്മൾ സവാളയൊക്കെ അങ്ങോട്ട് കമത്തി. അപ്പോൾ കുറച്ച് എണ്ണ കൂടുതലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോഴാണ് എണ്ണ കൂടുതലായിട്ട് തോന്നിയത്. അപ്പം ഞാൻ സൈഡിൽ നിന്ന് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് കിടക്കണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ സവാള
സവാളയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ സവാള വേവിച്ചപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഞാൻ അപ്പം ഇട്ട് കൊടുക്കാൻ മറന്നു. ഇതുകൊണ്ട് തന്നെ സവാള വഴറ്റണ സമയത്ത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏത് കറി വെക്കുമ്പോഴും മാക്സിമം പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കറിക്ക് കുറച്ചും കൂടെ നല്ലൊരു പെർഫെക്ഷൻ തോന്നാറുണ്ട്. എല്ലാവരുടെയും കാര്യം അങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെയാണ്. ബീഫ് വെച്ചാലും ചിക്കൻ ആണെങ്കിലും ഏത് കറിയാണെങ്കിലും ഒന്ന് ചൂടാക്കി ഇടുമ്പോഴാണ് ഒരു സമാധാനമാവുക. അപ്പം ഞാൻ അങ്ങനെ ചൂടാക്കി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൂടാക്കിയ സമയത്ത് ഗരം മസാല ഇട്ടില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. ഗരം മസാല കറി തിളച്ച് വന്ന സമയത്ത് ലാസ്റ്റ് ടൈമിലാണ് ഇട്ട് കൊടുക്കാറ്. പിന്നെ കുറച്ച് തൈരും കൂടെ ഊറ്റി കൊടുത്തു. പിന്നെ മുളക് പൊടി ഇടുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഏത് കറി വെച്ചാലും കുറച്ച് എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്തതും കൂടെ ഒരുമിച്ച് ഇടും കേട്ടോ. എന്നാലാണ് എരിവൊന്ന് ബാലൻസായി കിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് എരിവ് അത്യാവശ്യം നന്നായിട്ട് വേണ്ട ആളാണ്. പക്ഷേ പിള്ളേർക്കും ഉമ്മാക്കൊന്നും അങ്ങനെ എരിവ് വേണ്ടാത്തതുകൊണ്ട് തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇടുമ്പോൾ എരിവ് നന്നായിട്ട് ബാലൻസായിട്ട് വരുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ വെള്ളം തിളപ്പിച്ച് വേണം ഒഴിച്ച് ചേർക്കണത്. ഇത് രണ്ടും എനിക്ക് കറി വയ്ക്കുമ്പോൾ നിർബന്ധമുള്ള കാര്യമാണ്. പൊടികൾ ചൂടാക്കി ഇടുക എന്നുള്ളതും വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതും. അപ്പം ഞാൻ അങ്ങനെ ആ ചീഞ്ചട്ടിയിലേക്കും കുറച്ച് വെള്ളം ഊറ്റി കൊടുത്ത് കുറച്ച് പൊടി അതിലിരിക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി കൊടുത്തിട്ട് കറി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു. അങ്ങനെ തിളച്ച് വന്നു തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് അതൊരു 2-3 മിനിറ്റ് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ കറി വെക്കുന്ന പണിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നോമ്പോറയുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ നമുക്ക് ജ്യൂസ് ആണെങ്കിലും ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വച്ചേക്കുന്നു. എൻ്റെ ആ വീഡിയോയിലെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പ്രിപ്പയർ ചെയ്ത് വച്ചേക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്ന പണിയൊന്നും വലിയ കാര്യമായിട്ടില്ല. ആ സമയമാകുമ്പോൾ ടേബിളിൽ ചെന്നിരിക്കുമ്പോൾ ഗ്ലാസ് എടുക്കുക, അതിനകത്തേക്ക് ഒരു 1/4 ഭാഗം ജ്യൂസ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ സ്ക്വാഷ് ഊറ്റുക, പിന്നെ ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് കുടിക്കാനുള്ളൂ കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടിയപ്പമൊക്കെ വെന്ത് അതൊക്കെ ഒന്ന് ഓഫാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബാങ്ക് വിളിക്കാൻ കുറേ ടൈം ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് നേരത്തെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മഗ്‌രിബിന് കുറച്ച് മുമ്പേ ഒളു കൊടുത്ത് കുറച്ച് നേരം ഓതാൻ വേണ്ടി ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമുക്ക് നോമ്പോർക്കലും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ പോയി നിസ്കരിക്കാം. എപ്പോഴും അങ്ങനെ ടൈം കിട്ടിക്കൊള്ളണമെന്നില്ല. കറക്റ്റ് ബാങ്ക് വിളിക്കുന്ന ടൈം ആകുമ്പോഴായിരിക്കും നമ്മുടെയൊക്കെ പണി കഴിയുക. എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ ഓൾറെഡി ഇങ്ങനെ നേരത്തെ എല്ലാം പ്രിപ്പയർ ചെയ്ത് തുടക്കത്തിലേ വയ്ക്കുന്നതുകൊണ്ട് തന്നെ കട്ട്ലേറ്റിൻ്റെയും ജ്യൂസിൻ്റെയും പണിയൊക്കെ ചെയ്ത് വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഓതാനൊക്കെ സമയം കിട്ടാറ്. അതല്ലെങ്കിൽ ളുഹർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു കുറച്ച് സമയത്ത് ഇരിക്കാനേ പറ്റാറുള്ളൂ. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ നോമ്പെടുക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത ദിവസം ഐശുവിന് നോമ്പുണ്ടായിരുന്നില്ല. ഐശു വന്നാലും ഇടയ്ക്ക് ഐശുവിനെ കണ്ട് പിടിപ്പിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് നോമ്പൊന്നും ഇല്ലെങ്കിലും പക്ഷേ നമുക്ക് നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ പിള്ളേർക്ക് ഒരു പ്രത്യേക സന്തോഷമൊക്കെയാണ് കേട്ടോ ഇങ്ങനെ നോമ്പ് തുറക്കുന്ന ടൈമിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരും ആ ഒരു സമയത്താണെങ്കിൽ പോലും അവർ ആ ഒരു ടൈം കീപ്പ് ചെയ്തിരിക്കാറുണ്ട് കേട്ടോ. കാരണം അതിന് മുമ്പ് അവരോട് കഴിച്ചോളാൻ പറഞ്ഞാലും ബാങ്ക് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നോക്കിയിരിക്കാറുണ്ട് കേട്ടോ. അവർക്കും ഇത്ര ചെറുപ്പത്തിൽ നോമ്പിനോടൊക്കെ ഒരു ബഹുമാനം വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു നോമ്പ് തുറ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് വലിയ സ്പെഷ്യൽ കടികളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വീട്ടിലുണ്ടാവാറില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു കട്ട്ലേറ്റ് ജ്യൂസ് അത് തന്നെ ധാരാളം, ചിലപ്പോൾ അത് തന്നെ ബാക്കിയായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.